ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പാർട്ടാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സാമ്പിൾ എന്ന് പറയുന്ന പാർട്ട്. ഇതിലെന്താന്ന് പറയുന്നത് വെച്ചാൽ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സാമ്പിളിങ്. ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്യൂട്ടബിലിറ്റി ഓഫ് സാമ്പിൾ ഡിസൈൻ സെലക്റ്റഡ് ഫോർ ദി സ്റ്റഡി. ഇത് റിസർച്ചിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ആ റിസർച്ചിന് സെലക്ട് ചെയ്യുന്ന സാമ്പിൾ ഡിസൈനിനെ പോലെ ഇരിക്കും, അതിൻ്റെ സ്യൂട്ടബിലിറ്റി പോലെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. ദ റിസർച്ചർ കൺസിഡർ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വൈൽ സെലക്ടിങ് സാമ്പിളിംഗ് ഡിസൈൻ. അത് സാമ്പിളിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ റിസർച്ചർ ചില ഫാക്ടർ എടുത്ത് കാണിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ദ നേച്ചർ ഓഫ് ദി പ്രോബ്ലത്തിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കും. ദ ഗോൾ ഓഫ് ദി റിസർച്ചറിൻ്റെ ഗോൾ എന്താണ്, അതിന് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നോക്കും. ദ ജിയോഗ്രഫിക്കൽ ഏരിയ കവേർഡ് ബൈ ദി സർവേ, അതായത് ആ സർവേ കവർ ചെയ്യുന്ന ജിയോഗ്രഫിക്കലായിട്ടുള്ള ഏരിയനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി, ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള പോപ്പുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത്, എത്രയാണ് എന്നുള്ളത് നോക്കും. അടുത്താണ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫാക്ട്സ് അവൈലബിൾ അബൌട്ട് ദി പോപ്പുലേഷൻ, ആ പോപ്പുലേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഫാക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകളുണ്ടോ നോക്കും. അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്, അതായത് റിസർച്ച് നടത്താനുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി നോക്കും. ദ അവൈലബിൾ ടൈം ഫോർ ദി സ്റ്റഡി, അതായത് എത്ര ടൈം കൊണ്ടാണ് ഈ റിസർച്ച് അല്ലെങ്കിൽ ഈ സ്റ്റഡി നടത്തേണ്ടത് എന്നുള്ളത് നോക്കും. ഡിസൈഡ് റിലയബിലിറ്റി ഓഫ് ദി റിസർച്ച് നടത്തിയ റിസൾട്ട്സിനെ കുറിച്ചുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി എന്താണെന്നുള്ളത് നോക്കും. അതായത് ആ റിസർച്ച് ലക്ഷ്യം വെക്കുന്ന ഡിസൈഡ് ആയിട്ടുള്ള റിലയബിൾ റിസൾട്ട് എന്താ എന്നുള്ളത് നോക്കും. പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സെലക്ഷൻ ഓഫ് സാമ്പിൾ ടെക്നിക് ഓർ പ്രൊസീജിയർ ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതായത് സാമ്പിൾ ടെക്നിക്ക് എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. ദ ഫോളോവിങ് ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ സെലക്ടിങ് ദി സാമ്പിളിംഗ് ടെക്നിക്ക്. ഈ താഴെ കാണിക്കുന്ന പോയിന്റുകളാണ് ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ദി പർപ്പസ് ഓഫ് സർവേ, രണ്ടാമത്തേതാണ് മെഷറബിലിറ്റി, അടുത്തതാണ് ഡിഗ്രി ഓഫ് പ്രിസിഷൻ, ഇൻഫോർമേഷൻ അബൌട്ട് പോപ്പുലേഷൻ, ദി നേച്ചർ ഓഫ് ദി പോപ്പുലേഷൻ, ദി ജിയോഗ്രഫിക്കൽ ഏരിയ കവേർഡ് ബൈ ദി സർവേ, ഫണ്ട് അവൈലബിലിറ്റി, ടൈം, എക്കണോമി എന്നുള്ളതൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിലത് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ദി പർപ്പസ് ഓഫ് സർവേ. എന്താ പറയുന്നത് വെച്ചാൽ സെലക്ഷൻ ഓഫ് എ സൂട്ടബിൾ സാമ്പിളിംഗ് മെത്തേഡ്, അതായത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഈ സെലക്ട് ചെയ്യുന്ന ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പർപ്പസ് ഓഫ് സർവേ കണ്ടക്റ്റഡ് ബൈ ദി റിസർച്ചർ നടത്തുന്ന സർവേൻ്റെ പർപ്പസിനനുസരിച്ചിട്ടാണ് ഒരു സാമ്പിളിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത്. ഇഫ് ദ റിസർച്ചർ ഇൻറ്റൻസ് ടു ജനറലൈസ് ഫൈൻഡിങ് ഇറ്റ് ഈസ് ബെറ്റർ ടു അഡോപ്റ്റ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. അതായത് റിസർച്ചർ മൂപ്പർ അവരുടെ ഫൈൻഡിങ്സ് ജനറലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. Further, the selection of a particular probability sampling depends upon the geographical area of the survey and the size and nature of the population under study. ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയൻ്റെയും സർവേ നടത്തുന്ന നേച്ചറും സൈസും പോപ്പുലേഷൻ്റെ നേച്ചറും സൈസിനും അനുസരിച്ചായിരിക്കും പ്രോബബിലിറ്റി സാമ്പിളിംഗ് തിരഞ്ഞെടുക്കുക. അതിൽ അടുത്ത പോയിൻ്റാണ് മെഷറബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഡസ് നോട്ട് പെർമിറ്റ് മെഷറബിലിറ്റി. എല്ലാ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും മെഷറബിലിറ്റി പെർമിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. സം പ്രോബബിലിറ്റി സാമ്പിൾസ് ആർ നോട്ട് മെഷറബിൾ, ചില പ്രോബബിലിറ്റി സാമ്പിളിങ്ങുകൾ മെഷർ ചെയ്യാൻ കഴിയില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഫ്രം പോപ്പുലേഷൻ വിത്ത് പീരിയോഡിക് വേരിയേഷൻ, അതായത് പീരിയോഡിക് വേരിയേഷൻ ഉള്ള സാമ്പിളുകളെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഫ്രം പോപ്പുലേഷൻ വിത്ത്
പീരിയോഡിക് വേരിയേഷൻ ഉണ്ടാകുന്ന സാമ്പിളുകളെ പറ്റില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇഫ് റിസർച്ചർ ഒബ്ജക്റ്റീവ് റിക്വയേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് then the samples are drawn by applying simple random sampling method or stratified sampling method. അതായത് ആ റിസർച്ചറിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് റിക്വയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്ത പോയിന്റ് എന്നാണ് ഡിഗ്രി ഓഫ് പ്രിസിഷൻ. ദ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഓഫ് required is the one of the criteria for selecting of a sampling method. ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിൻ്റെ കൃത്യത എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമ്മളൊരു സാമ്പിളിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടതാണ്. ഇഫ് ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഈസ് റിക്വയർഡ്, ഏറ്റവും നല്ലൊരു കൃത്യത, കൂടിയൊരു കൃത്യത ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ബെറ്റർ ടു അഡോപ്റ്റ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ അതർ കേസസ് വേർ നോ പ്രിസൈസ് റിസൾട്ട് ആർ റിക്വയർഡ്, ഒരു കൃത്യതയുള്ള ഒരു റിസൾട്ട് റിക്വയർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് കൺവീനിയൻറ്റ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. കൺവീനിയൻറ്റ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത അതിലുള്ള പോയിൻ്റാണ് ഇൻഫർമേഷൻ അബൌട്ട് ദി പോപ്പുലേഷൻ. അതിൽ പറയുന്നത് ഇഫ് സഫിഷ്യൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് പോപ്പുലേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ആൻ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ടു ഗ്യാദർ റിക്വയർഡ് ഇൻഫർമേഷൻ. ഈ ഒരു സ്ഥിതിയിൽ ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റഡി നടത്തും, അതായത് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റഡി നടത്തും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ആൻഡ് ദെൻ അപ്ലൈ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എക്സ്പ്ലോറേറ്ററി സ്റ്റഡി നടത്തിയതിന് ശേഷം പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് നടത്തും എന്നുള്ളതാണ് പറയുന്നത്, യൂസ് ചെയ്യും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ് നേച്ചർ ഓഫ് ദി പോപ്പുലേഷൻ. ഇഫ് ദി വേരിയബിൾ അണ്ടർ സ്റ്റഡി ഈസ് ഹോമോജീനിയസ് in nature is better to adopt even simple random sampling method. അതിൻ്റെ നേച്ചർ ഹോമോജീനിയസ് ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും നല്ലത്. ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഹൈഡ്രോജീനിയസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഈസ് അപ്രോപ്രിയേറ്റ്. അതിൻ്റെ പോപ്പുലേഷൻ ഒരു ഹൈഡ്രോജീനിയസ് പോപ്പുലേഷൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും നല്ലത്. അടുത്തതാണ് ആറാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി സ്റ്റഡി. ഇഫ് ദി ഏരിയ കവേർഡ് എ വെരി ലാർജ് ആൻഡ് ദി സൈസ് ഓഫ് പോപ്പുലേഷൻ ഈസ് ക്വൈറ്റ് ലാർജ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു അഡോപ്റ്റ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതായത് ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ ലാർജ്, അതിൻ്റെ ലാർജ് പോപ്പുലേഷൻ, വലിയ ഏരിയ, അതിന് നല്ല കൂടിയൊരു പോപ്പുലേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിങ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. അതായത് ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ചായിരിക്കും ഒരു സർവേൻ്റെ ഗുണം ഉണ്ടായിരിക്കുക. ഇഫ് ദി അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഈസ് ലിമിറ്റഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ലെസ് കോസ്റ്റ്ലി സാമ്പിളിംഗ് പ്ലാൻ ലൈക്ക് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ അതായത് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ബട്ട് ഇഫ് പ്രിസിഷൻ ഈസ് ടു ബി അറ്റൈൻഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു കളക്ട് ദി റിക്വയർഡ് ഫണ്ട് ഓർ ഗിവ് അപ്പ് ദി സ്റ്റഡി. പ്രിസിഷനായിട്ടുള്ള അതായത് കൃത്യതയുള്ള നല്ലൊരു ആൻസർ ലഭിക്കണം അല്ലെങ്കിൽ റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുക. അല്ലെങ്കിൽ ആ സ്റ്റഡി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് ടൈം. ദി അവൈലബിലിറ്റി ഓഫ് ടൈം ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി സ്റ്റഡി ഈസ് ദി അതർ ക്രൈറ്റീരിയ ഫോർ എലക്ടിങ് ദി സാമ്പിളിംഗ് മെത്തേഡ്. അതായത് ടൈം എന്നുള്ളത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്
സാമ്പിളിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത് നല്ലത്. ഇഫ് ടൈം ഈസ് ലിമിറ്റഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഇൻസ്റ്റെൻഡ് ഓഫ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ടൈം കുറവാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായത്. അടുത്ത പോയിൻ്റാണ് എക്കോണമി. എക്കോണമി എന്ന് പറഞ്ഞാൽ എ സാമ്പിൾ ഈസ് എക്കോണമിക്കൽ ഇഫ് ദി പ്രിസിഷൻ പെർ യൂണിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഈസ് ഹൈ ഓർ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയൻസ് ഈസ് ലോ. സാമ്പിൾ എക്കണോമിക്കൽ ആകൽ അതിൻ്റെ പ്രിസിഷൻ പെർ യൂണിറ്റ് കൂടുമ്പോഴും അതേപോലെ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയൻസ് ഈസ് ലോ. പ്രിസിഷൻ അതായത് കൃത്യമായ ആൻസർ കിട്ടുന്നതും പ്രിസിഷൻ പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് ഹൈ ഓർ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയൻസ് ഈസ് ലോ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ ആകുക ഒരു സാമ്പിൾ മെത്തേഡ്. ദാറ്റ് മീൻസ് ദി എക്കോണമി ക്യാൻ ബി അച്ചീവ്ഡ് ഇഫ് ദി ഡിസൈർഡ് ലെവൽ ഓഫ് പ്രിസിഷൻ പെർ യൂണിറ്റ് ഈസ് അച്ചീവ്ഡ് അറ്റ് ദി മിനിമം കോസ്റ്റ്. അതായത് ഇതിൽ പറയുന്നതാണ് അങ്ങനെ ആകുമ്പോഴാണ് എക്കോണമിയിൽ, അതായത് പ്രിസിഷൻ പെർ യൂണിറ്റ് ഏറ്റവും നല്ല കോസ്റ്റിൽ മിനിമം കോസ്റ്റിൽ ഡിസൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്ത നമുക്ക് അതിൽ പറയാനുള്ള പാർട്ടാണ് ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്. നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന സാമ്പിൾ സൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആൻഡ് എനി statistician gets asked how large a sample size do I need. അതായത് ഇത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു റിസർച്ചറിൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ് എത്ര സാമ്പിൾ സൈസാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ഓഫ് എ പ്രോപ്പർ സൈസ് ഓഫ് സാമ്പിൾ ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. പ്രാക്ടിക്കൽ പർപ്പസിന് സാമ്പിൾ സൈസ് പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിൾ സൈസ് വേണം. ഇഫ് ദി സാമ്പിൾ സൈസ് ഈസ് ടു ലാർജ് മോർ മണി ആൻഡ് ടൈം ഈസ് ടു ബി സ്പെൻഡ്. സാമ്പിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ മണിയും ടൈമും കൂടുതൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും സമയമായിട്ടുള്ള നഷ്ടവും കൂടുതലുണ്ടാവും. എ വാലിഡ് കൺക്ലൂഷൻ മേ നോട്ട് ബി റീച്ച്ഡ് ഇഫ് ദി സാമ്പിൾ സൈസ് ഈസ് ടു സ്മാൾ. പറ്റ ചെറുതാക്കി കഴിഞ്ഞാൽ അതിന് നല്ലൊരു റിസൾട്ടും കിട്ടൂല. ദ മെത്തേഡ് ഫോർ ഡിറ്റർമിങ് എ പ്രോപ്പർ സൈസ് ഓഫ് സാമ്പിൾ ഈസ് ഗിവൺ. ചില മെത്തേഡുകളുണ്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള സാമ്പിൾ സൈസ് തിരഞ്ഞെടുക്കാനുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. അതാണ് താഴെ പറയുന്നത്. ഇതിൽ 3 പോയിൻ്റാണ് ഇതിൽ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് സാമ്പിൾ സൈസ് ഫോർ എസ്റ്റിമേറ്റിംഗ് എ പോപ്പുലേഷൻ മീന്. രണ്ടാമത്തത് എസ്റ്റിമേഷൻ ആൻഡ് സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ ഫോർ എ ഫിനിറ്റ് പോപ്പുലേഷൻ. ദെൻ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ എ മീൻ ഓർ ഫോർ എ ഫിനിറ്റ് പോപ്പുലേഷൻ. ഇതൊരു പ്രോബ്ലംസ് ആണ്. ഇത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. അതിൽ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഒപ്റ്റിമം സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് ക്യാൻ എഫക്റ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ദി ഫൈൻഡിങ്സ് ഓഫ് എ സ്റ്റഡി കൺസിഡറബിളി. അതായത് നമ്മൾ കണ്ടെത്തുന്ന റിസൾട്ടുകളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ നമ്മുടെ ഈ സാമ്പിൾ സൈസ് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒപ്റ്റിമം സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ ഈസ് നീഡഡ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. ഒപ്റ്റിമം സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ, അതായത് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത്തതാണ് ടു അലോ ഫോർ അപ്രോപ്രിയേറ്റ് അനാലിസിസ്. അപ്രോപ്രിയേറ്റുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമം സാമ്പിൾ സൈസ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ടു പ്രൊവൈഡ് ദി ഡിസൈഡ് ലെവൽ ഓഫ് അക്യുറസി, അതായത് നമ്മുടെ സ്റ്റഡീൻ്റെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമം സാമ്പിൾ സൈസ് നോക്കണം. മൂന്നാമത്തതാണ് ടു അലോ വാലിഡിറ്റി ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ്. വാലിഡ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമം സാമ്പിൾ സൈസ് നോക്കണം എന്നുള്ള പറയുന്നത്. ഇഫ് ദി സാമ്പിൾ സൈസ് ഈസ് ടു സ്മാൾ ദെൻ ഈവൻ വെൽ കണ്ടക്റ്റഡ് സ്റ്റഡി മേ ഫെയിൽ ടു ആൻസർ ദി റിസർച്ച് ക്വസ്റ്റ്യൻസ്. സാമ്പിൾ സൈസ് പറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്ത ഒരു സ്റ്റഡി പോലും ഫെയിലാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ ഫെയിൽ ടു ഡിറ്റക്ട് ഇമ്പോർട്ടൻ്റ് എഫക്റ്റ് ഓർ അസോസിയേഷൻസ്.
ബൈ യൂസിങ് സാമ്പിൾ സൈസ് വിച്ച് ഈസ് വെരി സ്മാൾ. അതായത് പറ്റ കുറഞ്ഞായിട്ടുള്ള സാമ്പിൾ സൈസ് യൂസ് ചെയ്താൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല, സ്റ്റഡി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. വി റൺ ദി റിസ്ക് ഓഫ് ലോസിങ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ അവർ ഫൈൻഡിങ്സ്. ഒരു സ്മോള് ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാലിഡിറ്റി, അതായത് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും, അതായത് നമ്മളെ റിസർച്ചിൻ്റെ വാലിഡിറ്റി റിലയബിലിറ്റി ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് ഇഫ് ദ സാമ്പിൾ സൈസ് ഈസ് ടു ലാർജ് ദ സ്റ്റഡി വിൽ ബി ഡിഫിക്കൽട്ട് ആൻഡ് ടു കോസ്റ്റ്ലി. അത് ലാർജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യും. ദർ വിൽ ബി ടൈം കൺസ്ട്രെയിൻഡ്, ടൈം കൂടും. അക്യുറസി വിൽ ആൾസോ ബി ലോസ്റ്റ്, അക്യുറസിയും പോവും. ഹെൻസ് എ ഒപ്റ്റിമം സൈസ് ഓഫ് സാമ്പിൾ ഈസ് ടു ബി ഡൺ. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല ഒരു പോപ്പുലേഷൻ സാമ്പിൾ ലാർജ് ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം സാമ്പിൾ സൈസിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്.